നമസ്കാരം. രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുന്ന വിവരം നമുക്കെല്ലാവർക്കും അറിയാം. രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ നേമത്ത് മത്സരിക്കുമ്പോൾ സ്വാഭാവികമെന്നോണം അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനോടൊപ്പം നൽകിയിരിക്കുന്ന അഫിഡവിറ്റിൽ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശബരിനാഥൻ അവിടുത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും പരാതിയായി പോവുകയും ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക തുടർന്ന് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാമനിർദ്ദേശ പത്രികയിലെ അഫിഡവിറ്റ് സൂക്ഷ്മ പരിശോധനയ്ക്കായി തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത. എന്നാൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ചില വിശദീകരണങ്ങളൊക്കെ നൽകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ചില കാര്യങ്ങൾ അതിനകത്ത് ഏകദേശം എന്താണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, ഈ കോറമംഗല 3rd ബ്ലോക്കിൽ, അതായത് കർണാടക ജില്ലയിൽ, കർണാടക സംസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ ഏകദേശം 49,000 ചതുരശ്ര മീറ്റർ എന്താ പറയുക അടിയിലുള്ള ഒരു വീടിന് ഏകദേശം 49,000 സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഊഹിക്കാം. ഒരു വലിയ വീട്, ഏകദേശം 200 കോടി രൂപ മുതൽ വാല്യൂ ഉള്ള, അല്ലെങ്കിൽ ഒരു 200 കോടി രൂപ വിലയുള്ള ഒരു പ്രോപ്പർട്ടി. അതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും അദ്ദേഹം അതിനകത്ത് സൂചിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. നമുക്കറിയാം, ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ആക്ഷേപം ഉയരുന്നത് ഇത് ആദ്യമായല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഇതിനു മുൻപും രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങൾ, നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിക്കുന്ന അഫിഡവിറ്റിൽ സ്വത്ത് വിവരങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ച് നേരത്തെ പരാതി ഉയർന്നിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഏകദേശം 2018 അദ്ദേഹം രാജ്യസഭാ അംഗമായി മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള ഒരു ആദ്യത്തെ ഒരു പരാതി പുറത്തേക്ക് വരുന്നത്. അതായത് ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥാപനമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ, സ്വത്ത് വിവരങ്ങൾ മറച്ചു വെച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ഡയറക്ടർ അല്ല എന്നുള്ള നിലയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മറച്ചു വെച്ചുകൊണ്ടാണ് അന്ന് അഫിഡവിറ്റ് ഫയൽ ചെയ്തിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ആസ്തി? ശരിക്കും ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ആസ്തി എന്ന് പറഞ്ഞാൽ ഏകദേശം 8,000 കോടി രൂപയാണ്. ഈ 8,000 കോടി രൂപയുടെ ശരിക്കും പറഞ്ഞാൽ ആ കമ്പനിയുടെ ഉടമസ്ഥനാണ്. ഇതിൻ്റെ കീഴിലാണ് മീഡിയ കമ്പനികൾ പലത് വരുന്നുണ്ട്, അതോടൊപ്പം നിക്ഷേപ കമ്പനികൾ വരുന്നുണ്ട്. മീഡിയ കമ്പനിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാവുന്ന ഒന്ന് നമുക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ്, റിപ്പബ്ലിക് TV. ഇത് രണ്ടിൻ്റെയും കൂടെ ആസ്തി ഏകദേശം നമ്മൾ തുലനം ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാൾക്ക് എത്ര കോടി രൂപയുടെ ആസ്തിയാണ് സത്യത്തിൽ ഉള്ളത് എന്ന്. അപ്പോൾ അങ്ങനെ ഒരു അഫിഡവിറ്റാണ് അദ്ദേഹം നൽകിയിരുന്നത്. ഇപ്പോൾ വീണ്ടും ഈ പറയുന്ന 200 കോടിയുടെ ആ ഒരു വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു വിവരങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ ജൂപ്പിറ്റർ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാവുന്ന ഒരു കാര്യം, ഈ BPL എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അതായത് TPG നമ്പ്യാരുടെ ഉടമസ്ഥയിലുണ്ടായിരുന്ന അതായത് ഇദ്ദേഹത്തിൻ്റെ അമ്മായിയച്ഛൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ആ സ്ഥാപനത്തിൻ്റെ 64% ഷെയറുകൾ ആണ് അദ്ദേഹം അനധികൃതമായി അടിച്ചു മാറ്റി വെച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെറ്റിൽ ചെയ്ത് 250 കോടി രൂപയ്ക്കാണ് TPG നമ്പ്യാരെ അദ്ദേഹം സെറ്റിൽ ചെയ്തതെന്നാണ് കേട്ടിട്ടുള്ളത്. അതായത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ്. അത് കോടതിയിലെത്തിയ കേസായിരുന്നു. അപ്പോൾ ഈ പറയുന്ന 64% വരുന്ന ഷെയറുകൾ അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ SR കമ്പനിക്കായി വിൽക്കുന്നു. അത് വിറ്റത് മാത്രം 5,000 കോടി രൂപയ്ക്കാണ് അത് വിറ്റിരുന്നത്. അപ്പം ഇങ്ങനെ അദ്ദേഹം സ്വന്തം അമ്മായിയച്ഛനെ പറ്റിച്ച് അദ്ദേഹം നേടിയെടുത്ത, അത് പലപ്പോഴും എന്തുകൊണ്ട് കോടതിയിൽ കേസ് വന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്കെല്ലാം അറിയാം. അദ്ദേഹം പോലും അറിയാതെയാണ് ഈ 64% ഓഹരികൾ തൻ്റെ പേരിലേക്ക് അദ്ദേഹം മാറ്റിയത്. തുടർന്ന് അദ്ദേഹം SR കമ്പനി ഗ്രൂപ്പിന് വിൽക്കുന്നു. അത് 64% ഓഹരികൾ വിറ്റപ്പോൾ അദ്ദേഹത്തിന് അതിൽ നിന്നും 5,000 കോടി രൂപയാണ് BPL കമ്പനിയുടെ ഓഹരി വിറ്റ് അദ്ദേഹത്തിന് കിട്ടിയത് എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന ഒന്നുമല്ല, അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 680 രൂപയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നൽകിയിരുന്നത്. 2021-22 സാമ്പത്തിക വർഷത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ വെറും 680 രൂപയാണെന്നാണ് പറയുന്നത്. ആര് വിശ്വസിക്കും എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ആരാണ് ഇതിൽ വിശ്വസിക്കുക? 650 രൂപ എന്ന് പറഞ്ഞാൽ. അപ്പം അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം എന്താ? കോവിഡ് വന്നതിനെ തുടർന്ന് വലിയ സാമ്പത്തികമായ നഷ്ടം തനിക്ക് നേരിടേണ്ടി വന്നു. അപ്പോൾ ആ നഷ്ടം തനിക്ക് നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ തനിക്ക് ആകെ ഇപ്പോൾ ഉള്ള ഒരു റവന്യൂ എന്ന് പറഞ്ഞാൽ വെറും 680 കോടി രൂപയാണ് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ 2026 എത്തുമ്പോൾ, അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നൽകിയിരിക്കുന്നത് ആകെ ആസ്തി 93.88 കോടി രൂപ മാത്രമാണ് എന്നുള്ളതാണ്. അതായത് 100 കോടിയിൽ താഴെ മാത്രമാണ് തനിക്കുള്ള ആസ്തി എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് വേറെ കാറോ അതുപോലുള്ള വാഹനങ്ങളൊന്നും തന്നെയില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ സ്വന്തമായുള്ളത് ആകെ 42 മോഡലിലുള്ള ഒരു റെഡ് ഇന്ത്യ സ്കൗട്ട് എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിൾ മാത്രമാണ് തനിക്ക് ആകെയുള്ളൊരു വാഹനം.
നമ്മൾ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ കൊടുത്തതിനകത്തും അദ്ദേഹം അത് തന്നെ കൊടുത്തിരിക്കുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നൽകിയ അഫിഡവിറ്റിലും അത് മാത്രമാണ് ഉൾക്കൊള്ളിച്ചിരുന്നത്. എനിക്ക് വേറെ വണ്ടികളൊന്നും ഇല്ലത്രേ. നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരാൾക്ക് ഏറ്റവും ചെറിയതായിട്ട് ഒരു ലാൻഡ് റോവർ എങ്കിലും ഉണ്ടാവണം. അത്രത്തോളം ആസ്തിയുള്ള ഒരു മനുഷ്യനാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ. ഏറ്റവും കുറഞ്ഞത് അദ്ദേഹത്തിന് ഒരു റേഞ്ച് റോവറോ ലാൻഡ് റോവറോ എങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാവണം. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് തന്നെയല്ല അദ്ദേഹത്തിന് പ്രൈവറ്റ് ഫ്ലൈറ്റുകൾ വരെ ഉണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നൊരു വിവരം. അപ്പോൾ ഇത്രയും സമ്പത്ത് ഉള്ള ഒരു വ്യക്തി എന്തിനാണ് ഈ പറയുന്ന രീതിയിൽ ഈ അഫിഡവിറ്റിൽ ഈ രീതിയിൽ തൻ്റെ വരുമാനം കുറച്ച് കാണിക്കുക, തൻ്റെ സ്വത്തുകൾ കുറച്ച് കാണിക്കുക? തീർച്ചയായും നമുക്കതിനകത്ത് സിമ്പിളായിട്ട് നമുക്ക് ഊഹിക്കാം, ഇതിന് നികുതി വെട്ടിപ്പ് ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഇതേത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിച്ചാലും ഒരു ജനപ്രതിനിധിയായി നമ്മളുടെ മുന്നിലേക്ക് വരേണ്ട ഒരു വ്യക്തി കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ സുതാര്യമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരിക്കണം എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവരത്തിൻ്റെ കാര്യത്തിലെങ്കിലും. എന്നാൽ അതുപോലും ഇല്ലാതെ ജനങ്ങളെ പച്ചയ്ക്ക് പറ്റിക്കുന്ന സമീപനമല്ലേ ശരിക്കും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചിട്ടുള്ളത്? അപ്പോൾ BJPയുടെ കേരളത്തിലെ മുഖം എന്ന് തന്നെ ഇപ്പോഴറിയപ്പെടുന്ന രാജീവ് ചന്ദ്രശേഖർ ജയിക്കുന്നതിന് മുൻപ് തന്നെ ജനവഞ്ചനയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് അദ്ദേഹത്തിനെതിരായി ഉയർന്നു വന്ന ഒരു ആരോപണമാണ് 500 കോടിയുടെ ഒരു ആരോപണം ഉയർന്നു വന്നിരുന്നു. അത് കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ BPLൻ്റെ തന്നെ വലിയൊരു ഇൻഡസ്ട്രിയൽ ഏരിയ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം സർക്കാരിൽ നിന്ന് പാട്ടത്തിനെടുത്ത ഭൂമി, ആ ഭൂമി പിന്നീട് വലിയ തുകയ്ക്ക് അദ്ദേഹം മറിച്ചു വിറ്റു എന്നുള്ളതിനെ സംബന്ധിച്ച് ആ ഒരു ആരോപണം അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പം ഇങ്ങനെ ഒരു കർണാടക സർക്കാരിനെയും വഞ്ചിച്ച് നിലവിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ സംവിധാനങ്ങളെ എല്ലാം വഞ്ചിച്ച് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഒരാൾ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു. അദ്ദേഹം എത്രത്തോളം ഈ പറഞ്ഞ ടെക്നോക്രാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിരുന്നാലും ശരി, ഈ ഒരു വഞ്ചന അല്ലെങ്കിൽ ഈ ഒരു തട്ടിപ്പ് പരിപാടി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതല്ലേ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തക്ക ശേഷിയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ ധാർമ്മികമായ മൂല്യം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് കടബാധ്യതയെ ഏകദേശം അദ്ദേഹത്തിന് ഉള്ള സ്വത്തിനേക്കാൾ ഇരട്ടിയാണ് അദ്ദേഹത്തിന്, അല്ലെങ്കിൽ കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ കടബാധ്യത. അദ്ദേഹത്തിന് ആകെയുള്ള സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 93 കോടി അല്ലെങ്കിൽ 94 കോടി രൂപയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കടബാധ്യത ഏതാണ്ട് 108 കോടിക്ക് അടുത്ത് വരും. അപ്പോൾ അത്രത്തോളം കടബാധ്യതയും ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ ഇവരുടെ കമ്പനിയുടെ യഥാർത്ഥ വരുമാനം ഏകദേശം 93 ലക്ഷം രൂപയാണ്. ഈ പറയുന്ന 2024-25 പിന്നെ സാമ്പത്തിക വർഷത്തിൽ 93 കോടി രൂപയാണ് ഈ ഇവരുടെ കമ്പനിയുടെ വരവെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ കണക്കാണ്. അപ്പോൾ ഇങ്ങനെ ജനവഞ്ചന നടത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ആൾക്കാരെ വിജയിപ്പിക്കണോ വേണ്ടേ എന്നുള്ള നിയമത്തുകാർ ഒന്നുകൂടി ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് പറയുന്നു.